എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾക്ക് 9th ഫുള്ള് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഇങ്ങനെ ഞാൻ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടാവും. എല്ലാ ചാപ്റ്റർ കഴിയുമ്പോഴും തരും. അപ്പോൾ അത് നിങ്ങൾ ഒരു നോട്ടിൽ സെപ്പറേറ്റ് എഴുതി വെക്കാൻ നോക്കുക. അല്ലാണ്ട് പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ നിൽക്കരുത്. ആദ്യം ഒന്ന് നോക്കി വെക്കണം. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പരീക്ഷയുടെ തലേന്നൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ആദ്യം ഒന്ന് നോട്ടിൽ എഴുതി വെക്കുക. അതുപോലെ മാത്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതായത് ലൈൻ സെഗ്മെന്റ്. എന്താണ് ലൈൻ സെഗ്മെന്റ്? നിങ്ങൾക്ക് അറിയാം, ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ 2 എൻഡ് പോയിന്റ് വരുന്നതിന്, ഇതിപ്പോൾ ഒരു ലൈൻ അതിൽ 2 എൻഡ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും നമ്മൾ? ലൈൻ സെഗ്മെന്റ്. ഇപ്പോൾ ഇതിൽ ഒരു എൻഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റേ എന്ന് പറയും. അതുപോലെ ഇതിൽ നമ്മൾ 2 റേ ഒരു കോമൺ പോയിന്റിൽ ടച്ച് ആവും. അങ്ങനെയാണെങ്കിൽ അതായത് OA-OB ഈ 2 റേ അതിന് ഒരു കോമൺ പോയിന്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു ആംഗിൾ ഉണ്ടാവും. ഈ കോമൺ പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. അതുപോലെ ഇവിടെ ഇത് ആംഗിൾ കിട്ടി. ഈ OB-OA എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ആംസ്. അപ്പോൾ ഇങ്ങനെയാണ് ആംഗിൾ വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ലൈൻ അതിൽ മൂന്നിൽ കൂടുതൽ പോയിന്റ്സ് സെയിം ലൈനിൽ ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? കൊലീനിയർ പോയിന്റ്സ്. കൊലീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 3 or more points ലൈ ഓൺ ദ സെയിം ലൈൻ. ഇപ്പോൾ ഇത് ABC നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്താണ്? കൊലീനിയർ പോയിന്റ്സ് ആണ്. അതേസമയം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പം ഞാൻ പറയുന്നത് ABD ഇവിടെ എന്താണ്? നോൺ കൊലീനിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ കൊലീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ലൈനിൽ തന്നെ വരണം. നോൺ കൊലീനിയർ എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ ഇല്ലാത്ത പോയിന്റിന് നമ്മൾ നോൺ കൊലീനിയർ പോയിന്റ്സ് ആണ്. ഇനി കൈൻഡ്സ് ഓഫ് ആംഗിൾസ് നോക്കാം, ഇതൊക്കെയാണത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് ആംഗിൾ. റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. റൈറ്റ് ആംഗിൾ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ആംഗിൾ ഓഫ് മെഷർ 90 ഡിഗ്രി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രി, ആംഗിൾ ഓഫ് മെഷർ 90 ഡിഗ്രി വരുന്നതിന് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഇനിയുള്ളത് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് മെഷർ ലെസ് ദാൻ 90 ഡിഗ്രി. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗിൾ ഏകദേശം ഇങ്ങനെ ലെസ് ദാൻ 90 ഡിഗ്രി. അതുപോലെ ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് മെഷർ മോർ ദാൻ 90 ഡിഗ്രി ലെസ് ദാൻ 180 ഡിഗ്രി. മോർ ദാൻ 90 ഡിഗ്രി, മോർ ദാൻ 90 ഡിഗ്രിയും ലെസ് ദാൻ 180 ഡിഗ്രിയും ആണെങ്കിൽ അതെന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. അതായത് 90 ഡിഗ്രിനേക്കാളും കൂടുതൽ, 90 ഇങ്ങനെയാണ് വരുന്നത്, 90 ഡിഗ്രിനേക്കാളും കൂടുതലും 180നേക്കാളും കുറവുമായിരിക്കണം. അങ്ങനെയുള്ള ആംഗിളാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി, ആംഗിൾ ഓഫ് മെഷർ 180 ഡിഗ്രി വരുന്നതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 180 ഡിഗ്രി ലെസ് ദാൻ 360 ഡിഗ്രി. മോർ ദാൻ 180 ഡിഗ്രി ലെസ് ദാൻ 360 ഡിഗ്രി. അതാണ് റിഫ്ലക്സ് ആംഗിൾ. പിന്നെ പറയുന്നത് കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് മെഷർ 360 ഡിഗ്രി. 360 ഡിഗ്രി ആവുമ്പോൾ അത് എന്തായി? കംപ്ലീറ്റ് ആംഗിൾ. അപ്പോൾ ആംഗിൾ ഓഫ് മെഷർ 360 ഡിഗ്രി കംപ്ലീറ്റ് ആംഗിൾ.
ഇപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരുന്ന അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് മെഷർ ലെസ് ദാൻ 90 ഡിഗ്രി, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 90 ഡിഗ്രി, ലെസ് ദാൻ 180 ഡിഗ്രി, സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി വരുന്നത്, റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 180 ഡിഗ്രി, ലെസ് ദാൻ 360 ഡിഗ്രി, കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി. ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ. ഇനി കോംപ്ലിമെന്ററി ആംഗിൾ, അതും നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 angles സം ഓഫ് മെഷേഴ്സ് 90 ഡിഗ്രി വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി ആംഗിൾ അതായത് 2 ആംഗിളിന്റെ സമ്മ്. ഇപ്പൊ 60, ഒരു ആംഗിൾ 60 ഡിഗ്രി, ഒരു ആംഗിൾ 30 ഡിഗ്രി, അതിന് രണ്ടിന്റെ സമ്മ് എന്തായി? 90 ഡിഗ്രി. അങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് പറയും? കോംപ്ലിമെന്ററി ആംഗിൾ. ഇനി സപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംഗിളിന്റെ മെഷർ സം എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് സപ്ലിമെന്ററി ആംഗിൾസ്. ഇനി അഡ്ജസന്റ് ആംഗിൾസ്, പേര് പോലെ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ആംഗിൾസ്. അഡ്ജസന്റ് ആംഗിൾ. അഡ്ജസന്റ് ആംഗിൾ ഇപ്പൊ നമ്മള് ഇത് O, A, B, C പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് അഡ്ജസന്റ് ആംഗിൾ. അപ്പൊ 2 angles are said to be adjacent if they have common vertex ഉണ്ടാവണം. ഇത് common vertex. അതായത് 2 angles are said to be adjacent if they have common vertex, common arm ഉണ്ടാവണം. Uncommon arms are on either side of the common arm. ഇതാണ് നമ്മുടെ common arm. ഈ കോമൺ ആമിന്റെ ഐദർ സൈഡ് ആയിട്ടാണ് എന്തുണ്ടാവുക? അൺകോമൺ ആംസ്. പിന്നെ ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടാവും. അതാണ് അഡ്ജസന്റ് ആംഗിൾ. ഇപ്പൊ ഇതിൽ നമ്മൾ AOC, ആംഗിൾ AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ നമുക്ക് ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC എന്ന് എഴുതാൻ കഴിയും. അതായത് മൊത്തമുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതിനെ രണ്ടിന്റെ സം ആയിരിക്കും. അപ്പൊ അഡ്ജസന്റ് ആംഗിൾ. ഇനി ലീനിയർ പെയർ ആംഗിൾ. 2 angles are said to be linear if they have common vertex ഉണ്ടാവും. അതുപോലെ കോമൺ ആം ഉണ്ടാവും. അൺകോമൺ ആംസ് ആർ റേ ആയിട്ടുണ്ടാവും. ഇതാണ് 2 അൺകോമൺ ആം. ഇത് 2 കോമൺ. ഈ ആംഗിൾ സെയിം. അപ്പോൾ 2 angles are said to be linear if they have common arm, common vertex, uncommon arms are rays, opposite rays. 2 സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് ലീനിയർ പെയർ ആംഗിൾ. അപ്പോൾ ഇത്രയും ആംഗിളാണ് നമുക്ക് ഇതിൽ അറിയാനുള്ളത്. അപ്പോൾ 2 angles are said to be linear if they have common vertex, common arm, uncommon arms are in opposite rays. ഇനി ഇതിൽ നമുക്ക് 2 ആക്സിംസ് പറയുന്നുണ്ട്. അതായത് if a ray stands on a line, then the sum of 2 adjacent angles so formed is 180 degree. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം. അതായത് if a ray stands on a line, the angle so formed is 180 degree. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഇതൊരു ലൈൻ. ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ, ഈ ലൈനിൽ ഒരു റേ ഇതായിട്ട് വരികയാണെങ്കിൽ ഈ 2 ആംഗിളും കൂടി അതിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി. അതാണ് നമ്മുടെ ആക്സിം 1. ഇനി ഇതിന്റെ കൺവേഴ്സ് പറയുകയാണെങ്കിൽ ഈ 2 ആംഗിളും 180 ഡിഗ്രി ആണെങ്കിൽ അൺകോമൺ ആംസ് ഫോം എ ലൈൻ. അപ്പൊ അത് 2 വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. 6.1 ആക്സിം 6.1 എന്ന് പറഞ്ഞാൽ if a ray stands on a line, then the sum of 2 adjacent angles so formed is 180 degree. If a ray stands on a line, the sum of 2 adjacent angles so formed is 180 degree. അതുപോലെ അതിന് വേറൊരു അതിന്റെ കൺവേഴ്സ് വരുന്നത് if the sum of 2 adjacent angle is 180 degree, then the uncommon arms of the angle form a line. അപ്പോൾ ഇത് രണ്ടും 180 ഡിഗ്രി ആണെങ്കിൽ അത് ലൈൻ ആയിരിക്കും. അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലൊരു തിയറം നോക്കാം നമുക്ക്. ഫസ്റ്റ് തിയറം അതായത് if 2 lines intersect each other, then the vertically opposite angles are equal.
അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ ദെൻ ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ AOB COD. അപ്പോൾ നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണ് ഗിവൺ എന്നുള്ളത് എഴുതണം. ഗിവൺ എന്ന് പറയുന്നത് AOB and COD ആർ ലൈൻസ് ഇന്റർസെക്ട് അറ്റ് O. പോലെ ഇന്റർസെക്ട് ചെയ്യും. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതണം. എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AOD ഈക്വൽ ടു COB, അതുപോലെ AOC ഈക്വൽ ടു BOD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ഏതൊക്കെയാണ്? ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ BOC, അതുപോലെ ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ BOD. രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് എന്ന് കൊടുക്കുക. എപ്പോഴും തിയറത്തിൽ ഇങ്ങനെ നമ്മൾ എന്താണോ ഗിവൺ ഉള്ളത് അത് എഴുതണം. അതിനുശേഷം പ്രൂവ് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇനി നമ്മൾ പ്രൂഫ്, ആ പ്രൂഫ് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് അതാണ് ഇതിൽ പ്രൂഫിൽ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ആംഗിൾ 1, 2, 3, 4 അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അതിന്റെ പേര് തന്നെ കൊടുത്തിട്ടും ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ. ഒരു ലൈനിലാണെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് ആംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. അതായത് ഇതൊരു ലീനിയർ പെയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180 ഡിഗ്രി എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പേര് തന്നെ എഴുതിക്കോ. ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOC ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ. ഇനി ഇത് രണ്ടും നമുക്ക് ഇത് രണ്ടും പ്രൂവ് ചെയ്യണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ആയി പോകേണ്ടത് 4 ആണ്. അപ്പൊ 4 രണ്ടിലും വരുന്ന പോലെ എടുത്താൽ മതി. അതായത് AOC എന്നുള്ള ഭാഗം രണ്ട് ഇതിലും കിട്ടണം. ഇനി അടുത്തത് നമ്മൾ ഇത് രണ്ടും എടുക്കുക. ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB ഈക്വൽ ടു 180 ഡിഗ്രി. അത് റീസൺ ലീനിയർ പെയർ തന്നെ. അപ്പൊ ഇത് 1, ഇത് ഇക്വേഷൻ 2. ഫ്രോം 1 and 2 നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡ് RHS രണ്ടിലും 180 ഡിഗ്രി ആയതുകൊണ്ട് AOD പ്ലസ് AOC ഈസ് ഈക്വൽ ടു AOC പ്ലസ് BOC. അപ്പോൾ ഇവിടെ ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOC. ഇത് രണ്ടും ക്യാൻസൽ ആയി. ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ BOC നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തതും അതേപോലെ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതെടുക്കുക. ഇങ്ങനെ ഇതൊരു റേ, ഇവിടെ B ആണ്, ഇവിടെ CD. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? BOC പ്ലസ് BOD. BOD പ്ലസ് BOC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. പിന്നെ ഇത് രണ്ടും എടുക്കുക. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ആംഗിൾ BOD പ്ലസ് ആംഗിൾ BOC ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ തന്നെ. ഇനി ആംഗിൾ BOC പ്ലസ് ആംഗിൾ AOC, ആംഗിൾ AOC ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആക്കുമ്പോൾ BOD ഫ്രം 1 and 2 ഇതേപോലെ തന്നെ എഴുതുക. 1 and 2 എന്ത് വരും? ആംഗിൾ BOD പ്ലസ് ആംഗിൾ BOC ഈസ് ഈക്വൽ ടു ആംഗിൾ BOC പ്ലസ് ആംഗിൾ AOC കിട്ടും. അപ്പൊ ഇതിൽ BOC ക്യാൻസൽ ആയിട്ട് BOD, ആംഗിൾ BOD ഈക്വൽ ടു ആംഗിൾ AOC, ആംഗിൾ BOD ഈക്വൽ ടു ആംഗിൾ AOC. അപ്പൊ നമ്മൾ രണ്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. AOD ഈക്വൽ ടു ആംഗിൾ BOC, അതായത് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ് ഇവിടെ. ഇതിൽ നമുക്ക് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എങ്ങനെ എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. ആംഗിൾ 1, 2 അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ പേര് കൊടുക്കണ്ട. നമുക്ക് ടു പ്രൂവ് പറഞ്ഞിട്ട് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2, ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്കൂൾ പറഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി. ചിലപ്പോൾ ഇങ്ങനെ പേരെഴുതിയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അതുപോലെ പേരെഴുതിയിട്ട് ചെയ്താൽ മതി. ഇതെടുത്താൽ നമുക്ക് 1, 2, 3 എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആംഗിൾ BOD ഈക്വൽ ടു AOC എന്ന് പ്രൂവ് ചെയ്ത് ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ BOC. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ.